സിനിമയുടെ വയലൻസ് ജനങ്ങളെ സ്വാധീനിക്കുന്നത് പറയുന്നത് ഇപ്പൊ മാർക്കോ പാണിപ്പോൾ സിനിമകളൊക്കെ പറയുന്നത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഇത്രയുന്നത് വെഞ്ഞാറമുളകിന്റെ കൊലപാതകം ഉണ്ടായിരുന്നു. അപ്പൊ അതിനും പറയുന്ന സിനിമയുടെ വയലൻസ് സ്വാധീനിക്കുന്നു, ലഹരി വസ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ വേണ്ട ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? അത് ഞാൻ കഴിഞ്ഞ ഒരു സ്ഥലത്ത് പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് ആ കുട്ടികളുടെ അപ്ബ്രിങ്ങിങ്ങും അവരുടെ ചൈൽഡ്ഹുഡും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ സൗഹൃദങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അവരുടെ പറഞ്ഞ പോലെ അവരുടെ കുട്ടിക്കാലം, ഫാമിലി, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യും. വെച്ചാൽ ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സിനിമക്കും അതിൻ്റെതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഇൻഫ്ലുവൻസ് വന്നോണ്ടാണ് നമ്മൾ പോയിട്ട് നേരെ ഒരാളെ പോയി കൊല്ലുക എന്ന് പറയുന്നതിൽ അതിലൊരു ഇതില്ലല്ലോ. പിന്നെ എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും. സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളെ ആ പ്രായത്തിൽ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും. എന്താ വേറെ കഴിഞ്ഞല്ലോ പാനിന്റെ ജോലിയും കൊണ്ട് വന്നിരിക്കും. വിൻപോളിയുടെ പുതിയ ലുക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ നേരത്തെ കണ്ടായിരുന്നു? ഇല്ല, നേരിട്ട് കാണാൻ പറ്റില്ല. ആ പറ, കള്ളപ്പണാണോ? ചേട്ടൻ വന്നിരിക്കുന്ന ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അനശ്വര രാജിന്റെ അടുത്ത് ഡയറക്ടറെ പലവട്ടം വിളിച്ചിട്ട് അനശ്വര രാജ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഇന്ദ്രജിത്തും പറഞ്ഞു ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് പോലും വരുന്നില്ല. അപ്പം ചേട്ടനാണ് പറയാനുള്ളത്, അവരുടെ ഒരു കടമ തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു സിനിമ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തൊട്ട് നമ്മളൊരു എഗ്രിമെന്റ് ചെയ്യും. ഈ എഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് ഒരു സിനിമയെ അവർ നമ്മളെ ശമ്പളത്തോടെ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ എഗ്രിമെന്റിലുള്ളതാണ്. ആ എഗ്രിമെന്റിൽ ഒരു ക്ലോസ് ആണ്, നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മെറിറ്റോ ഇതൊന്നും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നി ഈ സിനിമ ഓടില്ല എന്ന് തോന്നിയതിനു ശേഷം നമ്മൾ സിനിമയെ പ്രൊമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല. കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു, പിന്നെ എഗ്രിമെന്റിൽ ഉള്ളിടത്തോളം കാലം അവർ ഡെഫിനറ്റ് ആയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂ. അപ്പം അത് എന്താ പറയണ്ട, അങ്ങനെ ലീഗലി പോവുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് സ്ക്രൂട്ടണി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ല, കാരണം മാർക്കറ്റിംഗ് ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയമില്ല. നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് സിനിമയുടെ ക്വാളിറ്റി, മെറിറ്റ് അതൊക്കെ വിട്ടിട്ട് ആ സിനിമ അയാളുടെ സിനിമയല്ലേ, അദ്ദേഹത്തിന്റെ സിനിമയാണ്, ആ നടിയുടെ സിനിമയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അവരതിനെ എന്തുമായിക്കോട്ടെ അവരതിനെ മാർക്കറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്താൽ പറ്റും. കാരണം എല്ലാ സിനിമയുടെ പ്രൊമോഷനും ഞാൻ ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും, ഡയറക്ടറായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ കൂടെ നിന്ന് ആ സിനിമയെ മാർക്കറ്റ് ചെയ്തേ പറ്റും. അത്തരത്തിൽ പിണക്കങ്ങളോ ഇണക്കങ്ങളൊക്കെ പ്രോസസ്സിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൽ പ്രൊഡ്യൂസർ ഇതൊക്കെ ആലോചിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അപ്പൊ അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഒരു ആൾക്കാർ നമുക്ക് ഒരു പ്രശ്നമില്ലാത്തതെന്ന് അല്ലെങ്കിൽ പരാതി ഇല്ലാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ജോലികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അതൊക്കെ വർക്ക് എത്തിക്സിന്റെ ഭാഗമാണല്ലോ. നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നമ്മൾ കൃത്യസമയത്തിന് ജോലിക്ക് വരിക, കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ കമ്മിറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക, അത് ഡെഫിനറ്റ് ആയിട്ട് അവർ ചെയ്തേ പറ്റൂ. അതിൽ യാതൊരു സംശയമില്ല. പുതിയ സിനിമകൾ സിനിമയിലെ പ്രിൻസ് ആൻഡ് ഫാമിലി, ദിലീപേട്ടന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, ഏപ്രിൽ ലാസ്റ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, പ്രിൻസ് എനിക്ക് തോന്നുന്നു സെയിം ഏപ്രിൽ ആ സമയത്ത് തന്നെ ആയിരിക്കും. പിന്നെ വള, ലുക്മാൻ്റെ നമ്മുടെ ഹർഷ ഗുണ്ടയുടെ റൈറ്ററിന്റെ വള, പിന്നെ ബപ്പമ്പ, ഓടും കുതിര ചാടും കുതിര, ഫഹദിന്റെ കൂടെ കുറെ ഉണ്ട്. വരാനൊരു 10-15 സിനിമ ഉണ്ട്. മെയിനായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായിരിക്കും. സോഫിയ ചേച്ചി, സോഫിയ ഈ ഗ്രൂപ്പ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉജ്ജ്വലൻ. അപ്ഡേറ്റ് എന്നാൽ മാർച്ച് പകുതിക്ക് ഷൂട്ട് തുടങ്ങും. ഇപ്പൊ തുടങ്ങാം. ഒരു ഷിംലയിൽ തുടങ്ങിയിട്ട് അവിടുന്ന് ഷിഫ്റ്റ് ജോർജിയ, ഇതൊന്നും ഈ ഒക്കെ ആകുമ്പോൾ ഷെഡ്യൂൾ കഴിഞ്ഞ് ഈ വർഷം അവസാനത്തോടുകൂടി ആക്ഷൻ പടം ത്രില്ലർ ആക്ഷൻ. പ്രണവ് ഇപ്പോൾ ഇത് നമ്മുടെ രാഹുലിന്റെ പടം ചെയ്യാൻ പോകുന്നത് അറിഞ്ഞു. അത് അനൗൺസ് ചെയ്തെന്ന് എനിക്കറിയില്ല, പക്ഷേ ഓൺലൈനിലൊക്കെ ഉണ്ടല്ലോ, അത് സത്യമാണ് കേട്ടു. അതെ, പകുതിയോടെ ഷൂട്ടോടെ കഴിഞ്ഞില്ലടാ. നിങ്ങൾ ഈ നെഗറ്റീവ് റിവ്യൂസ് ടാർജറ്റ് ആയിരുന്നു എന്ന് 2 ദിവസം മുമ്പുള്ള കള്ളപ്പണ കേസിന്റെ ഒരു ടാർജറ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അല്ല, എനിക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എനിക്ക് ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് നിങ്ങളാണ് പരിചയമില്ലാത്തത്. അവരെ അവിടുത്തെ എല്ലാ ഓൺലൈൻ മീഡിയ ടീമിനൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ്. ആ വീഡിയോ ഇപ്പൊ ഞാൻ ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടണ്ടാ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് ഇടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരിടില്ല.
ഞാനാണ് അവരോട് പറഞ്ഞത് ബോംബോടാ എന്നോട് ചോദിക്കുന്നു ചേട്ടാ ഇത് ഇരട്ടെ എന്ന് പറയുമ്പോൾ ഞാനാണ് പറഞ്ഞത് എയർ ചെയ്തോ. കാരണം ഇത് പലപ്പോഴും പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് ആൾക്കാർക്ക്. ഇത് കള്ളപ്പടം ഇതാകണം. ഇത് കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ ഇതൊരു ചർച്ചയാവണം. കാരണം ഇതൊരു ചർച്ചയാവണം, അതിനെ മറുപടി പറയണം ആൾക്കാർ. അപ്പൊ അഖിൽ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം അഖിലിനെ ഞാൻ 1-2 തവണ കണ്ടിട്ടുള്ളൂ. അഖിലിന്റെ പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ്, ഭയങ്കര സൗഹൃദമൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ അതിൽ കൃത്യമായിട്ട് അതിനൊരു മറുപടി പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അടിസ്ഥാനമില്ലാതെ, കാരണം കളക്കണം എന്നൊക്കെ പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ഈ പറയുന്ന സംഭവം. ഇതിനൊരു അടിസ്ഥാനമല്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ലിസ്റ്റൻ സ്റ്റീഫന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ആൻഡോ ജോസഫിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, വൈശാഖിന്റെ മെർലാൻഡ് സിനിമത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഈ അലിഗേഷന്റെ ഭാഗമാണ്. ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സിനെതിരെയാ പറയുന്നത്. ലിസ്റ്റൻസിന്റെ പടത്തിൽ അവർക്ക് കള്ളപ്പണമാണോ ഓ പറയുമ്പോ അപ്പൊ ഈ പറയുന്ന ഞാനിപ്പോ സോഫിയ പോളിന്റെ പടം ചെയ്തു. ഇവരൊക്കെ മേജർ ബാനേഴ്സ് ആണ്. വീക്കെൻഡും മാജിക് ഫ്രെയിംസ് ആയിക്കോട്ടെ, ഇവരൊക്കെ കള്ളപ്പണം കൊണ്ടാണ് പടം ചെയ്യുന്നത്. ഒരിക്കലല്ല. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള എന്താ പറയണ്ട, നമ്മൾ GST IT ഫയൽ ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി നടക്കും. നമ്മൾ അത് കാരണം ഇത് അക്കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ കള്ളപ്പണത്തിന്റെ കേസ് പറഞ്ഞാൽ പോലും നമ്മൾ പറയുന്ന വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം വളരെ സ്മോൾ സ്കെയിൽ സിനിമകളാണ്. ഇതിന്റെ ഉത്തരം അന്ന് എനിക്ക് പറയാൻ പറ്റാത്ത ഞാൻ ദേഷ്യം വന്നു വെച്ചാൽ ഇവൻ എന്നെ സംസാരിക്കാൻ വിടുന്നില്ല. അപ്പൊ എന്നെ സംസാരിക്കാൻ വിടാതെയപ്പോ കാരണം നമ്മൾ എന്ത് ചോദ്യവും ഒരു പ്രസ് മീറ്റിൽ വരുമ്പോ നമ്മളത് കേൾക്കാനും അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഞാൻ എന്തും അവനെ ബാലൻ ചെയ്ത് ചോദിക്കുമ്പോഴും നമ്മളത് കേൾക്കണം, അതിനുള്ള മറുപടി കൊടുക്കണം. നമ്മളതിനെ അല്ലാണ്ട് പ്രസ് മീറ്റിന് എന്താണ് അർത്ഥം? അത്തരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഉത്തരം കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. കാരണം ഇവൻ എല്ലാ തവണ എന്നെ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്തപ്പോൾ എനിക്ക് വെക്സായി. അപ്പൊ നമ്മൾ വെക്സായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. അല്ലാണ്ട് ആ ചോദ്യത്തിന് ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അതിന് മറുപടി എന്താണെന്ന് വെച്ചാൽ, കള്ളപ്പണം ചെറിയ സിനിമ നമ്മൾ ചെയ്യുന്നത് എന്നോടുള്ള പേഴ്സൺ എന്ന് വെച്ചാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, കാരണം ഞാനല്ലല്ലോ പേഴ്സണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സ് വരുന്നു, നമുക്ക് ഇവരിൽ കള്ളപ്പണമാണോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇവരുടെ അക്കൗണ്ടിലിട്ട് നമ്മൾ പൈസ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്കാണ് മിക്കവരും നമ്മൾക്ക് തന്നിട്ടുള്ള പൈസയൊക്കെ. അപ്പൊ നമ്മളിത് കറക്റ്റായിട്ട് റൈറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു, നമ്മൾ GST അടക്കുന്നു, നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്ത് ഇത് കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നോട്ടബിൾ ആണ്. എല്ലാ മേജർ ബാനറിന്റെയും അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ ഫയലിൽ പോയേ പറ്റൂ. ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചെയ്ത 2-2.5 കോടി ചെറിയ കുഞ്ഞു പടങ്ങളാണ്. എന്റെ സിനിമ ചെയ്തിട്ട് മണി ലോണ്ടർ ചെയ്യണമെങ്കിൽ ഇത്തരം വെള്ളപ്പണം ആക്കണമെങ്കിൽ അത്ര ഗതികെട്ടവൻ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ സിനിമകൾ എടുക്കുന്നവർ, വലിയ സിനിമ ഫണ്ട് ഫ്ലോ ചെയ്തിട്ടുള്ള സിനിമകൾ, ഞാൻ പറഞ്ഞ 30 കോടിയുടെ 50 കോടിയുടെ 60 കോടിയുടെ 100 കോടിയുടെ സിനിമകൾ, അപ്പൊ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ, അവിടെയല്ല ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ തന്നെ. കാരണം എനിക്ക് അപ്പോഴും അറിയില്ല, കാരണം അത്തരത്തിലുള്ള വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ്. അപ്പൊ ആ സിനിമയിൽ എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ, അവന്റെ കയ്യിൽ കള്ളപ്പണം പോയിട്ട് ഒരു പണമില്ല. കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ വെച്ചാൽ പലപ്പോഴും ഇതൊക്കെ പല ആൾക്കാരും മലയാള സിനിമയിലെ ആൾക്കാർ കയ്യിൽ രൊക്കം പൈസ വെച്ചിട്ടല്ല, അവര് ഫിനാൻസിനും ഇതിനൊക്കെ എടുത്തിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആ കള്ളപ്പണം ഈ ഫിനാൻസിന് എടുത്തിട്ട് വരുന്ന സിനിമയെ കൊണ്ട് അവർ എന്ത് കള്ളപ്പണത്തിനാണ് നമ്മൾ പറയാൻ പറ്റുക? അപ്പോൾ ഇത് അലിഗേഷൻ വരുന്നത് എനിക്കെതിരെയല്ല, ഈ പറയുന്ന എന്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഇത്തരം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ കയ്യിൽ കാശും വെച്ച് അവർ ഒരു സിനിമ എടുക്കാൻ വരുന്ന, അല്ലെങ്കിൽ കാരണം ഇവരൊന്നും ഒരു സിനിമ എടുത്ത് ഇവരൊന്നും കുത്തുവള എടുക്കാനല്ല, ഞാൻ പറഞ്ഞ പാഷനേറ്റ് ആയിട്ട് വരുന്നതാണ്. അവരുടെ കാൽക്കുലേഷൻ ആണ് ഇപ്പോൾ പാളി പോകുന്നതും. ഇതല്ലാണ്ട് ഒരാളും എന്റെ അറിവിൽ ഈ പറയുന്ന കള്ളപ്പണം വെച്ചിട്ട് എന്റെ സിനിമകൾ എടുത്ത് ഒരാളെയും എനിക്ക് പരിചയമില്ല. കാരണം ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും എനിക്ക് വളരെയധികം ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാണ്, 1.5 കോടി 2.5 കോടിന്റെ പടം ചെയ്യുന്ന എന്റെ പടം എടുത്തിട്ട് വെള്ളപ്പണം ആക്കുന്ന ആൾ ഏത് ഗതി വിട്ടവനാണെന്നൊന്നും ആലോചിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ ഇതിന്റെ കേസ്, അപ്പം വലിയ സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമുക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ IT അല്ലെങ്കിൽ GST ഒക്കെ മറ്റേ ഉണർന്നിരിക്കുന്ന ടീംസ് നമ്മുടെ നാട്ടിലാണ്. ആ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി വന്നിട്ടുണ്ട് പലർക്കും. അപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ട് ചെയ്തേ പറ്റൂ. അക്കൗണ്ടബിൾ ആണ് ഇതൊക്കെ, ഈ പൈസയൊക്കെ. അപ്പം അലിഗേഷൻ വരുന്നത് എന്റെ സിനിമകളുടെ പ്രൊഡ്യൂസറിനെതിരെയാകുമ്പോൾ അന്ന് ഇതൊന്നും സംസാരിക്കാനോ ഇതിലുള്ള സമയം അവനെനിക്ക് തരാത്തത് കൊണ്ട് എനിക്കത് പറയാനും പറ്റിയില്ല, അത്രേ ഉള്ളൂ. കാരണം ഇതിനകത്തൊരു എന്റെ സിനിമകളിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം ഈ പറഞ്ഞ ലാസ്റ്റ് ചെയ്ത വീക്കെൻഡിന്റെ സിനിമ ആയിക്കോട്ടെ, ഇവരാരും തന്നെ കള്ളപ്പണം വെച്ചിട്ട് വെള്ളമാക്കാൻ പറ്റുന്ന ബാനറുകളും അല്ല, അത്തരം സിനിമകൾ അവർ ചെയ്യാറുമില്ല, അല്ല അത്തരത്തിന്റെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് തീർച്ചയായിട്ടും. നടന്മാര് പ്രതിഫലം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ യോജിക്കുന്നുണ്ടോ? കാരണം ഇപ്പം ഒരു മോഹൻലാൽ മമ്മൂട്ടി സിനിമ നമ്മൾ പോകുന്ന അവരെ ഫേസ് പേര് വെച്ച് അവരെ കാണാനല്ലേ പോകുന്നത്, അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ പ്രീ റിലീസ് ബിസിനസ്സും ഉണ്ടായിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ OTT ബിസിനസ് ഉണ്ടായിരുന്ന കാലത്താണ് ഈ സാലറിയൊക്കെ ഇവർ ഹൈക്ക് ചെയ്ത് വെച്ചിരുന്ന പലരും, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളാണ് കൃത്യമായിട്ട് ഒരു സാലറി ഇതുവരെ നമ്മൾ ഹൈക്ക് ചെയ്യാനുള്ള വകുപ്പില്ല, പടവടിയെല്ലാം ഹൈക്ക് ചെയ്യാം. അപ്പൊ പിന്നെ ഇതിനിടയിൽ ഇവിടെ ശമ്പളം ഉണ്ടാകും. അപ്പൊ പിന്നെ പക്ഷെ എന്നാൽ പോലും വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി ഓടി എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശമ്പളം വളരെ അങ്ങ് കൂട്ടി കയറ്റി വെക്കാം
കാരണം ഒരു സിനിമ ഓടിയാൽ തന്നെ അടുത്ത സിനിമ അതിന്റെ ഇരട്ടി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാനത് ചെയ്തില്ല. കാരണം വെച്ചാൽ ഒരു സിനിമ ഓടിയതുകൊണ്ട്, 2 സിനിമ ഓടിയതുകൊണ്ട്, 3 സിനിമ ഓടിയതുകൊണ്ട് അതിന്റെ ഇരട്ടി ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ അത് അന്ന് കഴിഞ്ഞ 1.5 വർഷം വരെ പ്രീ ബിസിനസ്സും അല്ലെങ്കിൽ OTT ബിസിനസ്സും ഉണ്ടായിരുന്ന, സാറ്റലൈറ്റ് ബിസിനസ് ഉണ്ടായിരുന്ന സാധനം ഇപ്പൊ സാറ്റലൈറ്റ് ബിസിനസ് എന്ന് പറഞ്ഞ സംഭവമില്ല. സാറ്റലൈറ്റ് ബിസിനസ് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുകയാണ്. OTT ബിസിനസ് ഈ പറഞ്ഞ പോലെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാലും എടുക്കാം എന്നുള്ള പലതും എടുക്കാതെ പോകുന്നു. അങ്ങനെ എടുക്കുന്ന റേറ്റ് തന്നെ വളരെ കുറവാണ്. അപ്പം ഓടുന്ന സിനിമകൾ തന്നെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റ് ഈ പറഞ്ഞ പോലെ സാലറി കുറയ്ക്കുക, കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക എന്നുള്ളതല്ല. ഡിപ്പെൻസ് ഒരു പ്രോജക്റ്റിന്റെ ഇത് വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കാൻ പറ്റുമോ, കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുക. കാരണം നമ്മൾ ഇത് പറഞ്ഞല്ലേ, ഇത് ഫ്രീലാൻസ് ചെയ്യുന്ന ജോലിയാണ്. അപ്പം നമുക്ക് ഒരിക്കലും ഇവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇത് കുറയ്ക്കാൻ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെ വേണ്ടെന്ന് വെക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതേ ചെയ്യാനുള്ളൂ. കാരണം അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇയാളെ തന്നെ വേണം, എനിക്ക് ഈ നടനെ തന്നെ വേണം, എനിക്ക് ഇയാളുടെ ഇയാളെ ഇതും വേണം, ഡേറ്റും വേണം, പക്ഷെ ഇയാൾക്ക് ഞാൻ ഈ പറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ന്യായമല്ല. അങ്ങനെ അയാളുടെ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ ആ പറയുന്ന പൈസ കൊടുക്കണം. ഇനി അയാളെ തന്നെ ഈ പൈസ ഓക്കെ അല്ലെങ്കിൽ വേറെ ആളെ നോക്കി പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഒറ്റ ഡയലോഗിൽ കപ്പൽ വീഡിയോ സോങ് ഒക്കെ ഇറങ്ങി അത് തമാശ. ഞാനത് പറഞ്ഞതിന് ശേഷം പലരും എന്നെ രമേശ് നമ്മള് തമാശക്ക് പറയുന്നില്ല. പുള്ളി വളരെ നമ്മുടെ ആ തമാശ ആസ്വദിക്കുന്നതാണ്. അത് പലർക്കും പ്രശ്നമായി. സാമാന്യ ഗുണമായി. കാരണം വീഡിയോ സോങ് 4K ഇറങ്ങി നമ്മളതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. പുള്ളി നമ്മുടെ സൗസ് വളരെ സരസനായിട്ടുള്ള, വളരെ ഇതായിട്ടുള്ള ഒരു മനുഷ്യൻ. പുള്ളിയോട് നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് പറഞ്ഞാൽ പുള്ളി ആ സെൻസിൽ എടുക്കുന്നുണ്ട്. ഓക്കെ. സോ മലയാള സിനിമയെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും, ഇതേപോലുള്ള ചെറുപ്പക്കാരും പ്രായമുള്ള ചിലരൊക്കെ പടം കണ്ടിറങ്ങിയിട്ടുണ്ട്, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിക്കും. നെഗറ്റീവ് റിവ്യൂസ് വന്നതും പോസിറ്റീവ് വന്നതും കറക്റ്റാണ്. പക്ഷേ യു ക്യാൻ വാച്ച് ഇറ്റ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇതിപ്പോ വളരെ സബ്ജക്റ്റീവാണ്. ഇപ്പൊ സിനിമ ചിലർക്ക് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ നിനക്ക് ഇഷ്ടപ്പെടില്ല, നിനക്ക് ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇത് കണ്ടാലേ ഇഷ്ടം കൊള്ളാവോ ഇല്ലെന്ന് പറയാൻ പറ്റൂ. അതിന് കാണാൻ വരുന്നതിന് മുന്നേ നമ്മൾ ഇത്തരം കുറെ ആൾക്കാർ ഭയങ്കര ക്രിട്ടിക് എന്ന് പറയുന്ന അവരുടെ ചിന്താഗതി ചിലപ്പോ ഇങ്ങനെയാലോ ആലോചിക്കുന്നുണ്ടോ, നമ്മളെ ഇത്രേ ഉണ്ടാവുള്ളൂ, നമുക്കിത് ഓക്കെ ആയിരിക്കും ചിലപ്പോ. നമ്മൾ ഇങ്ങനെ കൊമ്പത്ത് ആലോചിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. സാധാരണ ആൾക്കാർക്ക് ചില സിനിമകൾ ഇഷ്ടപ്പെടും. അത്തരത്തിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഒരു നിർബന്ധമില്ല. ആ രീതിയിൽ ഭയങ്കര മാസ് ഒരു ഓഫീലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ പോലും ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആവാനുള്ള സാധ്യത കണ്ടതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങളോട് സംസാരിക്കുന്നത്. കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ജനങ്ങൾ പടം കണ്ടവരുടെ റിവ്യൂ താങ്ക് യു.